നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ റോഷി ജയകുമാർ. ഞാൻ SK ഹോസ്പിറ്റൽ നിയോനറ്റോളജിസ്റ്റാണ്. നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം കുട്ടി ഡിസ്ചാർജ് ആയതിനു ശേഷം വീട്ടിൽ പോയതിനു ശേഷം കുട്ടീനെ ശുശ്രൂഷിക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങളാണ്. കുട്ടി പ്രസവത്തിന് ശേഷം തന്നെ മുലപ്പാൽ കൊടുക്കുന്ന രീതിയും കുട്ടിക്ക് മുലപ്പാൽ കിട്ടാതിരിക്കാനുള്ള എല്ലാ സിറ്റുവേഷൻസും ലാക്റ്റിംഗ് എന്നുള്ള കാര്യങ്ങൾ നോക്കി ലാക്ടേഷൻ കൗൺസിലറുടെ ഇൻവോൾവ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് കുട്ടിയെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വിടുക അമ്മയുടെ ഒപ്പം. വീട്ടിൽ പോയതിനു ശേഷം അമ്മ 3 മണിക്ക് ഒരിക്കൽ ഫീഡ് ചെയ്യുന്നുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രാധാന്യം. അതിൻ്റെ കൂട്ടത്തിൽ പൊതിഞ്ഞു വയ്ക്കുന്ന തുണിയുടെ പ്രതലം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് ആവശ്യം. പിന്നെ കുട്ടി തൊടുന്ന എല്ലാവരും കൈ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് തൊടുക. കുട്ടീനെ കുളിപ്പിക്കുന്നതെല്ലാം 2.50 kgന് മുകളിലുള്ള കുട്ടികളിലായിരിക്കും പൊതുവേ നമ്മൾ കുളിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. അമ്മയുടെ മുലപ്പാൽ കിട്ടുന്ന 3 മണിക്കൂർ ഓരോ മണിക്കൂർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വെയിറ്റ് ഒരു 24 മണിക്കൂർ വെച്ചിട്ട് 10-15 ഗ്രാം വെയിറ്റ് കൂടിയാണ് വരിക. അപ്പോൾ അങ്ങനെ ഡിസ്ചാർജിന് ശേഷം നമ്മൾ തിരിച്ച് ഫോളോ അപ്പിന് വിളിക്കുമ്പോൾ കുട്ടിയുടെ തൂക്കത്തിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ നോക്കും. പിന്നെ അമ്മയ്ക്ക് വീട്ടിൽ പോയതിനു ശേഷം അമ്മയ്ക്ക് ഫീഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും, പിന്നീട് അമ്മയുടെ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ശൈലിയും കൂടെ നോക്കി അമ്മനെ കോൺഫിഡൻ്റ് ആക്കി എടുക്കുക എന്നുള്ളതും, ഒരു കാരണവശാലും കുട്ടീനെ അമ്മയുടെ കയ്യിൽ നിന്നും മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ള പ്രാധാന്യമാണ് നമ്മൾ നോക്കുക. പൊതുവേ കുട്ടിക്ക് വീട്ടിൽ വെച്ചുണ്ടാകുന്ന സാഹചര്യങ്ങളെല്ലാം അണുക്കളാണ്. അണുബാധ വരുന്നിട്ടാണ് പ്രശ്നങ്ങൾ വരിക. അങ്ങനെ വരാതിരിക്കാനുള്ള കാരണങ്ങൾ ചെയ്യേണ്ടത് കുട്ടീനെ പൊതിയുന്ന തുണിയുടെ നീറ്റായിട്ടുള്ള ക്ലീൻ ചെയ്തിട്ടുള്ള തുണിയായിരിക്കണം. സോപ്പും വാട്ടറും അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചിട്ട് തുണി വെച്ച് വാഷ് ചെയ്തതിന് ശേഷം കോട്ടൺ ടൈപ്പുള്ള തുണികൾ മാത്രം വേണം കുട്ടിയെ റാപ്പ് ചെയ്ത് കിടത്താവുള്ളൂ. പൊതുവേ കട്ടിയുള്ള പ്രതലം വെച്ചിട്ടുള്ള ബേബീനെ കവർ ചെയ്ത് കിടത്തുകയാണെങ്കിൽ ഓവർ ഹീറ്റായിട്ടും തൂക്കം കുറഞ്ഞും മഞ്ഞ പ്രശ്നങ്ങളോട്ടും പോവാം. പിന്നെ കുട്ടീനെ കയ്യിൽ ഗ്ലൗസും സോക്സ് ഉപയോഗിച്ച് പൊതിഞ്ഞ് കിടത്തുക എന്നുള്ളതാണ് ആവശ്യം. ഈ മഴക്കാല സമയത്ത് അമ്മയ്ക്കോ അമ്മയുടെ വീട്ടിലുണ്ടെന്ന വേറെ കുട്ടികളോ വിസിറ്റേഴ്സായിട്ടോ വരുന്ന കുട്ടികളും മുതിർന്ന കുട്ടികൾക്കും എല്ലാം ജലദോഷം തുമ്മൽ ചുമയിലും ഉണ്ടെങ്കിൽ കയ്യിൽ നിന്നും ചെറിയ നവജാത ശിശുക്കളുടെ അടുത്തോട്ട് വരാതിരിക്കാൻ നോക്കുക എന്നുള്ള പ്രാധാന്യം. അഥവാ അമ്മയ്ക്ക് ചെറിയൊരു മഴക്കാലത്തുണ്ടാകുന്ന ചെറിയ വൈറൽ ഇൻഫെക്ഷൻസോ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ N95 മാസ്ക് ഉപയോഗിച്ച് ഫീഡ് ചെയ്യുന്നതാണ് പ്രാധാന്യം. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ആവശ്യം. ഇനി കുട്ടിക്ക് അണുബാധ കിട്ടിയില്ല എന്നുള്ള ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടി സാധാരണ രീതിയിലല്ലാത്ത രീതിയിൽ ഒരുപാട് കരയുക, അല്ലെങ്കിൽ ചിലപ്പോൾ ക്ഷീണിച്ച് ഒരുപാട് ഇരിക്കുക, പാലൊട്ട് കുടിക്കുന്നില്ല, മൂത്രം പോകുന്ന 24 മണിക്കൂറിൽ മൂത്രത്തിൻ്റെ അളവ് കുറയുക, അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയോ കുട്ടിയുടെ ആക്ടിവിറ്റി കുറയുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കുട്ടിക്ക് അണുബാധ കിട്ടിയ ലക്ഷണങ്ങളായിട്ടുള്ളതാണ് കണക്കാക്കുക. അമ്മയ്ക്ക് അങ്ങനെ തോന്നുകയാണ് കുട്ടിയുടെ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കഴിയുന്നു നമുക്ക് പീഡിയാട്രീഷ്യന്മാരെ അല്ലെങ്കിൽ നിയോനറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാന്നുള്ള പ്രാധാന്യം.